നമസ്കാരം, വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം. വിപണി ഈ ആഴ്ച കനത്ത ഇടിവോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വിപണി വികാരത്തെ പ്രതികൂലമായി ബാധിച്ചതോടെ സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 3% വീതമാണ് ഇടിഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിവാര ഇടിവാണിത്. ഈ ആഴ്ച എല്ലാ സെക്ടറൽ സൂചികകളും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതിൽ ധനകാര്യ മേഖലയാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. നിഫ്റ്റി ബാങ്ക് സൂചിക കഴിഞ്ഞ 14 മാസത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിവാര ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി PSU ബാങ്ക് സൂചിക 6%-ലധികം ഇടിഞ്ഞ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിവാര നഷ്ടം രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച വ്യാപാരത്തിലും വിപണിയിലെ ഈ ഇടിവ് തുടർന്നു. സെൻസെക്സ് 1097 പോയിന്റ് ഇടിഞ്ഞ് 78,919 എന്ന നിലയിലും നിഫ്റ്റി 315 പോയിന്റ് ഇടിഞ്ഞ് 24,500 എന്ന നിലവാരത്തിന് താഴെ 24,450 എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്കിംഗ് ഓഹരികളിലെ തകർച്ച തന്നെയാണ് വിപണിയെ കൂടുതൽ താഴേക്ക് വലിച്ചത്. നിഫ്റ്റി ബാങ്ക് സൂചിക 1273 പോയിന്റ് ഇടിഞ്ഞ് 57,783 എത്തിയിരുന്നു. 2025 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒറ്റദിന ഇടിവാണിത്. HDFC ബാങ്ക്, ICICI ബാങ്ക്, അതോടൊപ്പം തന്നെ വമ്പൻ ഓഹരികൾ നിഫ്റ്റിയുടെ വീഴ്ചയ്ക്ക് കാരണമായി. വരുന്ന ആഴ്ചയും ജാഗ്രതയോടെ തന്നെ വിപണിയിൽ സമീപിക്കുന്നതിനാണ് അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത്. എങ്കിലും ഈ ആഴ്ചയിൽ നിക്ഷേപകർ ശ്രദ്ധിക്കാൻ പറ്റുന്ന 2 ഓഹരികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ഓഹരി ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ആണ്. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ഒരു പൊതുമേഖലാ ബാങ്കിന്റെ സ്വഭാവമുള്ള സ്വകാര്യ ബാങ്കാണ്. ജമ്മു കാശ്മീരിലും ലഡാക്കിലും പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങളുള്ള ഈ ബാങ്കിന് ഇന്ത്യയിലുടനീളം 1000-ലധികം ശാഖകളാണുള്ളത്. റീറ്റെയിൽ ബാങ്കിങ്, ട്രഷറി, കോർപ്പറേറ്റ് ബാങ്കിങ് എന്നിവയാണ് പ്രധാന വരുമാന സ്രോതസ്സുകൾ. ഡിജിറ്റൽ ബാങ്കിങ്ങിലൂടെയും വായ്പാ വിതരണത്തിലൂടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് ബാങ്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബാങ്കിന്റെ സാമ്പത്തിക നിലയിൽ മികച്ച പുരോഗതിയുണ്ട്. ആസ്തി ഗുണനിലവാരം, ബാങ്കിന്റെ വായ്പാ തിരിച്ചടവ് മുടങ്ങുന്ന പ്രശ്നം, അതൊക്കെ വലിയ തോതിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇത് 4% താഴെയാണ്. അറ്റ പലിശ മാർജിൻ, ബാങ്കിന്റെ ലാഭക്ഷമതയെ ബാധിക്കുന്ന NIM ഏകദേശം 3.6% മുതൽ 3.9% വരെ നിലനിർത്താൻ സാധിക്കുന്നു എന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പോസിറ്റീവായിട്ടുള്ള മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ മേഖലയിൽ ബാങ്കിന് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട്. വലിയ സ്വകാര്യ ബാങ്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറഞ്ഞ വിലയിൽ, അതായത് വാല്യുവേഷൻ കുറഞ്ഞ രീതിയിൽ ഓഹരികൾ വാങ്ങാൻ സാധിക്കുമെന്നത് നിക്ഷേപകർക്ക് ഗുണകരമാണ്. പക്ഷെ റിസ്ക് നോക്കിയാൽ ബാങ്കിന്റെ മിക്ക പ്രവർത്തനങ്ങളും ജമ്മു കാശ്മീരിൽ തന്നെയാണ്. അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ സാമ്പത്തിക മാറ്റങ്ങൾ ബാങ്കിനെ സ്വാധീനിക്കും. മറ്റ് സ്വകാര്യ ബാങ്കുകളിൽ നിന്നുള്ള കടുത്ത മത്സരം നിക്ഷേപ സമാഹരണത്തെ ബാധിച്ചേക്കാം. ബാങ്കിന്റെ PE റേഷ്യോ 5 times to 6.5 times ആണ്. ബാങ്ക് ഉണ്ടാക്കുന്ന ലാഭത്തിന് ആനുപാതികമായി ഓഹരി വില കുറവാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. PB റേഷ്യോ എന്നത് കമ്പനിയുടെ ആസ്തികളുടെ യഥാർത്ഥ മൂല്യവുമായി ഓഹരി വിലയെ താരതമ്യം ചെയ്യുന്നുണ്ട്. ഇത് 0.7 times to 1 times എന്ന നിലയിലാണ് നിൽക്കുന്നത്. ബാങ്കിന്റെ യഥാർത്ഥ ആസ്തി മൂല്യത്തെക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഓഹരി ലഭ്യമാക്കുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഓഹരി ഉടമകളുടെ പണത്തിന് ബാങ്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നു എന്ന് റിട്ടേൺ ഓൺ ഇക്വിറ്റി കാണിക്കുന്നുണ്ട്. ഇത് 15 മുതൽ 18% എന്ന നിരക്കിലാണ്. അത് മികച്ച ഒരു ലാഭക്ഷമതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇവയോടൊപ്പം ROCE കൂടി പരിഗണിക്കുന്നുണ്ട്. ബാങ്കിന്റെ കാര്യക്ഷമത മനസ്സിലാക്കുന്നത് അത്യാവശ്യമാണ്. മൊത്തം നിക്ഷേപിച്ച മൂലധനം ഉപയോഗിച്ച് ബാങ്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നു എന്നാണ് ROCE കാണിക്കുന്നത്. ഒരു ബാങ്കിനെ സംബന്ധിച്ച് ബിസിനസ് വിപുലീകരിക്കാനും പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും മൂലധനം കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ROCE സഹായിക്കുന്നുണ്ട്. ROCE 6% തുടരുന്നത്. ചുരുക്കത്തിൽ ഈ 4 അനുപാതങ്ങളും പരിശോധിക്കുമ്പോൾ ബാങ്ക് അതിന്റെ മൂലധനത്തെ ഫലപ്രദമായി ഉപയോഗിക്കുകയും മികച്ച ലാഭം നേടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഓഹരി വിപണിയിൽ താരതമ്യേന കുറഞ്ഞ വിലയിലാണ് ഈ ഓഹരി ലഭ്യമാകുന്നത്. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് സാമ്പത്തികമായി വളരെ ശക്തമായ ഒരു അവസ്ഥയിൽ തന്നെയാണ്. നിലവിലെ ഓഹരി വിലയും കമ്പനിയുടെ പ്രവർത്തന ലാഭവും തമ്മിലുള്ള അനുപാതം പരിശോധിക്കുമ്പോൾ ഇതൊരു നല്ല നിക്ഷേപ സാധ്യതയായി പലരും കാണുന്നുണ്ട്. ഇനി ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വിശദീകരിക്കും. നമസ്കാരം. നമ്മളിവിടെ ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, സ്റ്റോക്ക് ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ ഒരു കൺസോൾട്ടേഷനിലേക്ക് വന്നു. ഒരുപാട് ദിവസം കൺസോൾട്ടേഷനിലേക്ക് കിടന്നു. അതിനുശേഷം ഇവിടെ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് 23-ാം തീയതി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡ് കൊടുത്ത സ്റ്റോക്കാണിത്. അതിനുശേഷം വീണ്ടും ഒരു കൺസോൾട്ടേഷനിലേക്കാണ് സ്റ്റോക്ക് എത്തി നിൽക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ലെവൽസ് നോക്കുമ്പോൾ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോവർ റിജക്ഷൻ വന്ന ഏരിയ 113 രൂപ. അതിനുശേഷം നിലവിൽ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഫ്രൈഡേ ഒരു ലോ ഹിറ്റ് ചെയ്ത ഏരിയ 118 രൂപ റേഞ്ച് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. മുകളിലെ നിലകളിൽ 121, 123 രൂപ നിലവാരം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ആദ്യം ഒന്ന് പിവറ്റ് ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം.
നമുക്ക് ആദ്യം ഒന്ന് ഡ്രോയിങ് മാറ്റിയതിന് ശേഷം പിവറ്റ് ലെവൽസ് മാത്രമായിട്ടൊന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം ഈ ഒരു പിവറ്റ് ലെവൽ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു ലോവർ റിജക്ഷൻ വന്നപ്പോൾ ഒരു സപ്പോർട്ടും പിവറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിവറ്റ് ലെവൽസ് റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത്. പക്ഷേ നമ്മൾ ലൈവ് മാർക്കറ്റിൽ പിവറ്റ് ലെവൽസ് അപ്ലൈ ചെയ്യുന്നതാണ് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഉണ്ടാവുക. പ്രീവിയസ് ഡേ പിവറ്റ് ലെവലും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. പലപ്പോഴും സ്റ്റോക്ക് പ്രീവിയസ് ഡേ പിവറ്റ് ലെവൽസിനെ റെസ്പെക്ട് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഏത് ടൈം ഫ്രെയിം ആണെങ്കിലും പിവറ്റ് ലെവൽസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് പിവറ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം EMA ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ EMA 20, 50, 100, 200 ഒരുമിച്ചാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ റെഡ് 20 ആണ്, അതിന് താഴെയുള്ള യെല്ലോ 50 ആണ്, തൊട്ട് താഴെയുള്ള ബ്ലൂ 100 ആണ്, ഏറ്റവും താഴെയുള്ള 200 EMA ആണ് ഗ്രീനായിട്ട് കാണുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഡൗൺവേർഡ് ഒരു ഡെത്ത് ക്രോസ് ഓവർ നടന്ന സമയത്ത് EMA 20 ബാക്കി മൂവിങ് ആവറേജിനൊക്കെ ഒന്ന് താഴേക്ക് ബ്രേക്ക് ചെയ്തു. ആ സമയത്ത് ആണ് സ്റ്റോക്ക് ഒരുപാട് കറക്റ്റ് ചെയ്തത്. പിന്നീട് മുകളിലേക്ക് കയറി, എങ്കിലും EMA റെസിസ്റ്റൻസ് കൊടുത്തിരുന്നു. അതിനുശേഷം EMA ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്ക് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, EMA ലെവൽസ് അടുത്ത് വന്നിട്ടുണ്ട്. എല്ലാ മൂവിങ് ആവറേജസും ചേർന്നിട്ടാണ് നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഡൗൺ ട്രെൻഡൊക്കെ വരുമ്പോൾ EMA അകന്ന് നിൽക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് നമുക്ക് വിസിബിൾ ആവും. ഇവിടെ EMA ഒക്കെ അകന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൗൺ ട്രെൻഡ് കൂടുതലായിട്ട് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ മുകളിലേക്ക് നോക്കുമ്പോൾ EMA അകന്ന് നിൽക്കുമ്പോൾ നമുക്ക് അപ്പ് ട്രെൻഡ് ഇവിടെ ഈ ഒരു ഏരിയ നമുക്ക് കാണാം. അപ്പ് ട്രെൻഡ് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ലാസ്റ്റ് ഡേ നമ്മൾ നോക്കുമ്പോൾ EMA ഒക്കെ ചേർന്ന് നിന്നതിന് ശേഷം ഒരു വിഡ്ത്ത് വന്നിട്ടുണ്ട് EMA തമ്മിൽ. ആ ഒരു വിഡ്ത്തിലാണ് ഈ ഒരു അപ്പ് ട്രെൻഡ് നമുക്ക് കാണാം. ഇവിടെ എല്ലാ മൂവിങ് ആവറേജിനെ ഒരുമിച്ച് ബ്രേക്ക് ചെയ്തു. ആ ഒരൊറ്റ പവറിലാണ് സ്റ്റോക്ക് ഇത്രയും കയറിപ്പോയതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ മൂവിങ് ആവറേജസ് ആയിട്ടോ ഒരുമിച്ചോ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് EMA ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ വീക്ക്ലിയിൽ എങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഒന്നും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്യാം. ജസ്റ്റ് എ സെക്കൻഡ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ ലാസ്റ്റ് വീക്കിന് തൊട്ട് മുമ്പുള്ള വീക്കിലെ ഒരു ക്യാൻഡിൽ 17% റിട്ടേൺ കൊടുത്ത ഒരു ക്യാൻഡിലാണിത്. ഈ കംപ്ലീറ്റ് കൺസോൾട്ടേഷൻ ഈ ഒരു റേഞ്ച് എല്ലാം തന്നെ എൻഗൾഫ് ചെയ്ത് പോയി. ഫുള്ളായിട്ട് എൻഗൾഫിംഗ് അല്ല, ഈ ഒരു ഏരിയ കൺസോൾട്ടേറ്റ് ചെയ്ത ഇങ്ങനെ ഈ ഒരു ക്യാൻഡിൽസ് കംപ്ലീറ്റ് ഇവിടെ എൻഗൾഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പവറാണ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ടത്. അതേപോലെ അതിന് തൊട്ട് പിന്നത്തെ ഈ കഴിഞ്ഞ വീക്കിലും ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷനാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയതായിട്ട് നമുക്ക് ഇവിടെ കണക്കാക്കാം. മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രീവിയസ് വീക്കിലി ലെവൽസ് റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. എപ്പോഴും സപ്പോർട്ട്, റെസിസ്റ്റൻസ് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം ഇത്തരത്തിൽ ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. അടുത്തത് റിലയൻസ് ഓഹരിയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി വിലയിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. മധ്യേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ആഗോള എണ്ണ വാതക വിതരണത്തെ ബാധിക്കുമെന്ന ആശങ്കകൾക്കിടയിലും റിലയൻസിന്റെ ഓഹരികൾ മികച്ച കരുത്താണ് പ്രകടിപ്പിച്ചത്. ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് റഷ്യൻ എണ്ണ വാങ്ങുന്നതിനായി അമേരിക്ക 30 ദിവസത്തെ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചതാണ് ഓഹരി വിപണിയിൽ അനുകൂലമായത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനെ തുടർന്ന് സമുദ്രത്തിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണ കപ്പലുകൾക്ക് ഇത് ഗുണകരമാണ്. ഡീസൽ വിലയിൽ ഉണ്ടായ വർധനവ് റിലയൻസിന്റെ റിഫൈനറി ലാഭത്തെ അഥവാ ഗ്രോസ് റിഫൈനിങ് മാർജിനെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ കരുതുന്നുണ്ട്. ഡീസൽ വിലയിൽ ഓരോ ഡോളർ വർധനവ് ഉണ്ടാകുമ്പോഴും റിലയൻസിന്റെ വാർഷിക എബിറ്റയിൽ 2.2% വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുമ്പോൾ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിക്കും. റിലയൻസിന്റെ പെട്രോ കെമിക്കൽ അസംസ്കൃത വസ്തുക്കളിൽ ഭൂരിഭാഗവും ക്രൂഡ് ഓയിലിനെ നേരിട്ട് ആശ്രയിക്കുന്നവയല്ലാത്തതിനാൽ ചെലവ് കുറഞ്ഞു നിൽക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും. ഈയിടെ ഉണ്ടായ ഓഹരി വിലയിലെ ഇടിവ് അമിതമായിരുന്നുവെന്നും നിലവിൽ ഓഹരി വില വളരെ ആകർഷകമായ തലത്തിലാണെന്നും അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട്. അതിനാൽ ഓഹരിയിൽ ബൈ എന്ന നിലപാടാണ് പലരും സ്വീകരിച്ചിട്ടുള്ളത്. റിലയൻസിന് 1730 രൂപ എന്നുള്ളൊരു ടാർഗറ്റ് പ്രൈസും നൽകിയിട്ടുണ്ട്. ഇനി ഓഹരിയുടെ PE അനുപാതം 24.8 ടൈംസ് ആണ്. കമ്പനിയുടെ ലാഭത്തെക്കാൾ ഏകദേശം 24 മടങ്ങ് ഉയർന്ന വിലയിലാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത്. ഇത് കമ്പനിയുടെ വളർച്ചാ സാധ്യതകളെ വിപണി എങ്ങനെ കാണുന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ROCE 9.69%, ROE 8.4%. ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനം എന്ന നിലയിൽ ഈ റിട്ടേൺ അനുപാതങ്ങൾ മിതമായ തോതിലാണ്
ആണെന്ന് കാണാം. മൂലധനം ഉപയോഗിച്ച് കമ്പനി ലാഭം ഉണ്ടാക്കുന്ന കാര്യക്ഷമതയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഏതായാലും ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വിശദീകരിക്കുന്നു. നമസ്കാരം. നമ്മളിവിടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓൾറെഡി നമ്മളിവിടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റോക്കിലെ ഈ ഒരു ക്യാൻഡിലെ ഹൈ എന്ന് പറയുമ്പോൾ 1424 രൂപ റേഞ്ചിലാണ് ഒരു റെസിസ്റ്റൻസ് ഉള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ 1390 രൂപ നിലവാരത്തിലാണ് സപ്പോർട്ട് ഉള്ളതെന്ന് കാണാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ മുകളിലേക്ക് ഈ ഒരു സ്റ്റോക്കിൽ 1486 രൂപ നിലവാരത്തിൽ ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ആയിരുന്നു. അത് അതിൻ്റെ ഒരു അപ്പർ ബാൻഡാണ്. അവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷർ വന്നിരുന്നു. ജനുവരി 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരു കറക്ഷനിലേക്ക് സ്റ്റോക്ക് പോയി. പിന്നീട് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. പിന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് വന്നു. പിന്നീട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതായിട്ട് കാണാം. ഇവിടെ ഈ ഒരു ക്യാൻഡിലൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു 2 ക്യാൻഡിൽ കൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് റീബൗണ്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോവർ റിജക്ഷൻ ഉണ്ട്. അതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ലോവർ റിജക്ഷൻ കാണാം. മാർച്ച് 2-ാം തീയതി ഇവിടെ സ്റ്റോക്കാസ്റ്റിക്സ് ഇൻഡിക്കേറ്റർ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഒരു ക്രോസ് ഓവർ നടന്നു. ഒരു ഓവർസോൾഡ് ലെവലിൽ നിന്ന് സ്റ്റോക്ക് തിരിച്ച് കയറി. അവിടെയാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം തുടർച്ചയായ 3 ദിവസങ്ങളിലും ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷനാണ് ഉണ്ടായത്. ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്ക് EMA 9 ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, EMA ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്രോസിങ് വന്നിരിക്കുന്നത് ജനുവരി 6-ാം തീയതി EMA 9 ബ്രേക്ക് ചെയ്തിരുന്നു. തുടർച്ചയായിട്ട് EMA 9 താഴേക്കാണ് സ്റ്റോക്ക് പോയത്. അവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആണ് ആ മൂവിങ് ആവറേജ് കൊടുത്തത്. പിന്നീട് EMA 9 മുകളിലേക്ക് കയറി ഗ്യാപ്പ് ഫില്ല് ചെയ്ത സമയത്ത് വീണ്ടും EMA 9 റെസിസ്റ്റൻസ് ആയിട്ട് മാറി. ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ വീണ്ടും EMA 9 മുകളിലേക്ക് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു സ്റ്റോക്കിൽ തന്നെ നമുക്ക് ആദ്യം ഈ ഒരു ഡ്രോയിങ് കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഇൻഡിക്കേറ്റേഴ്സും ഡ്രോയിങ്ങും എല്ലാം ഒന്ന് മാറ്റാം. അതിനുശേഷം വീക്ക്ലി ടൈം ഫ്രെയിം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് സ്റ്റോക്ക് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കിവിടെ നോക്കുമ്പോൾ ഇത് കൃത്യമായിട്ടൊരു വീക്ക്ലി ടൈം ഫ്രെയിമാണ്. നമുക്കറിയാം, ഇവിടെ ഏകദേശം ഈ ഒരു ജനുവരി 4 ആഴ്ചകളിലും ഒരു മാസം കംപ്ലീറ്റ് ഇടിവ് നേരിട്ട ഒരു സ്റ്റോക്കാണിത്. അതിനുശേഷം ഫെബ്രുവരി 1st വീക്കിൽ ഇതൊരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. അതിന് മുമ്പത്തെ 2 ആഴ്ചയിലെ ക്യാൻഡിലുകളെ ഈ ഒരൊറ്റ മാരബൂസ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു കറക്ഷനിലേക്ക് വന്നെങ്കിലും ലാസ്റ്റ് വീക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോവർ റിജക്ഷൻ നമുക്കിവിടെ കാണാം. ഇതൊരു ബൈയിങ് ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ലെവൽസ് തന്നെയാണ്. ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. റിലയൻസ് ജമ്മു ആൻഡ് കാശ്മീർ ഓഹരികളുടെ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. മറ്റ് 2 ഓഹരികളുടെ വിശേഷവുമായി വീണ്ടും കാണാം.